കൊടും ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. കണ്ണൂരിൽ കിണർ പണിക്കിടെ സൂര്യാതപമേറ്റൊരു തൊഴിലാളി മരിച്ചു. പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാറാണ് മരിച്ചത്. മലപ്പുറത്ത് 4 വയസ്സുകാരിക്കും കോഴിക്കോട് അംഗൻവാടി അധ്യാപികയ്ക്കും കൂത്താട്ടുകുളത്ത് അതിഥി തൊഴിലാളിക്കും പൊള്ളലേറ്റു. തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും ഇതേ സ്ഥിതി തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇന്നത്തേക്കും നാളത്തേക്കുമായിട്ട് ഹീറ്റ് വേവ് അലേർട്ട് എത്തിക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി ഈ നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി. ഇന്നും നാളേക്കും ശേഷം താപനിലയിൽ ഒരു ചെറിയൊരു കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തേക്ക് നമ്മൾ ആശങ്ക എന്നല്ല അതിന് പറയേണ്ടത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ താപനില ഉയർന്നു നിൽക്കില്ല പല സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ദിവസത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സെൽഫ് ലോക്ക്ഡൌൺ ആയി കണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, താപനിലയിൽ വലിയ വർധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉഷ്ണതരംഗത്തിന്റെ പ്രതീതിയാണ് പലയിടത്തും. ഇന്ന് സൂര്യാതപമേറ്റ് ഒരു ജീവൻ കണ്ണൂരിൽ പൊലിഞ്ഞു. 3 പേർക്ക് സൂര്യാഘാതമേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഇതേ നില തുടരാനാണോ സാധ്യത? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഉള്ള AV സനിൽകുമാർ എന്ന് പറയുന്ന ഒരു യുവാവ് വീടിന് തൊട്ട് അയൽപക്കത്തുള്ളൊരു വീട്ടിൽ കിണർ കുഴിക്കുന്ന ജോലിക്ക് സഹായിയായി പോയതാണ്. അവിടെ നിന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണപ്പെടുകയാണ്. പുറത്ത് ഈ പൊള്ളലേറ്റതിൻ്റെയോ അല്ലെങ്കിൽ സൂര്യാതപമേറ്റതിൻ്റെയോ വലിയ തെളിവുകളൊന്നും തന്നെ ഇല്ല എങ്കിൽ കൂടി ആന്തരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ സൂര്യാഘാതമേറ്റതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. അവിടെ മാത്രമല്ല, ഇന്നിപ്പോൾ മലപ്പുറത്ത് വണ്ടൂരിൽ ഒരു 4 വയസ്സുകാരിക്ക് കളിക്കുന്നതിനിടയിൽ സൂര്യാതപം ഏൽക്കുന്നുണ്ട്. കോഴിക്കോട് ഒരു അധ്യാപികയ്ക്ക് സൂര്യാതപമേറ്റു. കൂത്താട്ടുകുളത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഇത്തരത്തിൽ സൂര്യാതപം. കണ്ണൂരിൽ തന്നെ മട്ടന്നൂരിൽ മരമില്ലിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു തൊഴിലാളിക്ക് സൂര്യാതപം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിന് പുറമെ ഇപ്പോൾ നാളെ ഈ കനത്ത ചൂട് പരിഗണിച്ചുകൊണ്ട് 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഇപ്പോൾ കളക്ടർ അവധി നൽകിയിരിക്കുകയാണ്. അതീവ ഭീകരമായ അവസ്ഥയിലേക്ക് ചൂടിൻ്റെ കാഠിന്യം പോകുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഡോക്ടർ താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത ചൂടാണ്. ഇനി വരും ദിവസങ്ങളിലും ചൂട് തുടരുക തന്നെ ചെയ്യും.